2025 ഡിസംബറിൽ യൂട്യൂബിൽ റിലീസായ ഒരു AI വീഡിയോ സീരീസ് ജിംഗിൾ ബെൽസ് ക്രിസ്മസ് രാത്രി പശ്ചാത്തലമാക്കി വെറും ചില മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കി സസ്പെൻസ്, ഫാന്റസി, ആക്ഷൻ, മിസ്റ്ററി എന്നിവയെ ഒറ്റ ഫ്രെയിമിൽ ഒരുക്കിയ സീരീസ്. സീസൺ 1-ൽ ഇതുവരെ 3 എപ്പിസോഡുകൾ മാത്രമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ 3 എപ്പിസോഡുകൾ തന്നെ ചേർത്ത് നോക്കുമ്പോൾ കഥയുടെ ഭാരം, ഗൂഢത്വം, ട്വിസ്റ്റുകൾ എല്ലാം കൂടി ഇതൊരു സാധാരണ AI പരീക്ഷണമല്ലെന്ന് വ്യക്തമാക്കുന്നു. ഈ സീരീസിന്റെ വലിയ പ്രത്യേകത എന്തെന്നാൽ ഓരോ പ്രധാന സീനും തുടങ്ങുമ്പോൾ സ്ഥലവും സമയവും കൃത്യമായി കാണിക്കുന്നു. അതിനാൽ ഒറ്റ രാത്രി നടന്ന സംഭവങ്ങളാണെങ്കിലും പ്രേക്ഷകൻ അത് പകുതിയിലും നഷ്ടപ്പെടാതെ പിന്തുടരാൻ കഴിയും. സീരീസ് കണ്ടവർക്ക് കഥ മനസ്സിലാക്കുവാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് 3 എപ്പിസോഡുകളും അതിലെ സീനുകളും അഴിച്ചെടുത്ത് സീൻ ബൈ സീനായി പറഞ്ഞുതരാം. എപ്പിസോഡ് 1 തുടങ്ങുന്നത് ഒരു ഫീൽ ഗുഡ് ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. പക്ഷേ അതിന്റെ ക്ലൈമാക്സിലെ കിളി പറത്തിയ സീനിന്റെ സത്യം അറിയുവാനാണ് നമ്മൾ എപ്പിസോഡ് 2 കണ്ടത്. എന്നിട്ടും അതിലും ഒന്നും മനസ്സിലായില്ല. എങ്കിൽ ഈ പറയുന്ന രീതിയിൽ സീരീസ് വീണ്ടും ഒന്ന് കണ്ടു നോക്കൂ. കഥ തുടങ്ങുന്നത് ഒരു ചെക്കിംഗ് പോയിന്റിൽ. പോലീസ് പരിശോധന ഭയന്ന് നിൽക്കുന്ന ഒരു ഓൾഡ് മാൻ. പിന്നിൽ ഒരു പോലീസ് ഓഫീസർ ബ്ലറായി കാണിക്കുന്നു. ആ ദൃശ്യം തന്നെ സംശയങ്ങൾക്ക് വാതിൽ തുറക്കുന്നു. ഒരുപക്ഷേ ഈ ഓഫീസറായിരിക്കാം പിന്നീട് നടക്കുന്ന ട്രക്ക് ചേസ് ആരംഭിക്കാൻ കാരണക്കാരൻ. തുടർന്ന് ഒരു ഹോളിവുഡ് സ്റ്റൈൽ ട്രക്ക് ചേസ്. പോലീസ് പിന്തുടരുന്ന ട്രക്കിൽ നിന്നും ഓൾഡ് മാൻ മറ്റൊരു ട്രക്കിലേക്ക് ചാടുന്നു. 2 ട്രക്കുകളും രൂപത്തിൽ വ്യത്യസ്തം. എന്നാൽ പോലീസ് വീണ്ടും ശരിയായ ട്രക്കിനെ തന്നെ പിന്തുടരുന്നു. ഇതിൽ നിന്ന് തന്നെ ആ കണ്ടെയ്നറിനുള്ളിൽ എന്തോ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുവെന്നത്. ട്രക്കിനുള്ളിലുള്ളവർ പോലീസിന് നേരെ വെടിയുതിർക്കുന്നു. അവർ സാധാരണ ആളുകളല്ല, എന്തോ വലിയ കുറ്റകൃത്യത്തിൽപ്പെട്ടവർ. പോലീസ് സ്റ്റേഷൻ ബ്ലാസ്റ്റ്. മണിക്കൂറുകൾക്ക് ശേഷം യാത്രയുടെ ഇടയിൽ ദൂരെയായി ലൈറ്റ് ഡെക്കറേഷൻ തിളങ്ങുന്ന ഒരു ബംഗ്ലാവ്. ക്രിസ്മസ് രാത്രിയുടെ മായാജാലം നിറഞ്ഞ സാന്റയുടെ ബംഗ്ലാവ്. ഒരുതരം ഉദ്ദേശത്തോടെ ഓൾഡ് മാൻ ട്രക്കിൽ നിന്ന് ചാടി റോഡ് മുറിച്ചു കടക്കുമ്പോൾ ദൂരെയായി ഒരു പോലീസ് കാർ സിഗ്നൽ തെളിച്ചു വരുന്നത് ബ്ലറായി കാണിക്കുന്നുണ്ട്. ഇവരായിരിക്കും പിന്നീട് ഓൾഡ് മാനെ പിന്തുടർന്ന് ബംഗ്ലാവിലെത്തുന്നത്. ശബ്ദമുണ്ടാക്കാതെ ഓൾഡ് മാൻ ബംഗ്ലാവിന്റെ പിന്നിലൂടെ അകത്ത് കയറുന്നു. സാന്റയുടെ ആർട്ട് റൂമിലേക്ക് എത്തുന്നു. അവിടെ സാന്റ ഒരു ചിത്രം വരയ്ക്കുന്നു. ആ ചിത്രം തന്റെ മാന്ത്രിക ശക്തിയാൽ ഒരു ഗോൾഡൻ ഗിഫ്റ്റ് ബോക്സായി മാറുന്നു. ഇത് ഒരു സ്പെഷ്യൽ വണ്ണിന് വേണ്ടിയുള്ളതാണ് എന്ന് സാന്റ പറയുമ്പോൾ തന്നെ കഥയ്ക്ക് പുതിയൊരർത്ഥം ലഭിക്കുന്നു. സാന്റയ്ക്കുള്ളതുപോലെ മാന്ത്രിക ശക്തി ബംഗ്ലാവിനും ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എങ്ങനെയോ ഒരു കുപ്പി ഉടയുന്നു. അങ്ങനെ സാന്റ ഓൾഡ് മാനെ കണ്ടെത്തുന്നു. നീ ആരാണ് എന്ന ചോദ്യം. അതിന് മറുപടി, എനിക്ക് ആ ഗോൾഡൻ ഗിഫ്റ്റ് ബോക്സ് വേണം. സാന്റ കോപിക്കുന്നു. അവനെ ശിക്ഷിക്കുന്നു. അവിടെ നിന്നാണ് ട്വിസ്റ്റ് തുടങ്ങുന്നത്. അപ്രതീക്ഷിതമായി ഓൾഡ് മാന്റെ കയ്യിൽ കിട്ടിയ ഒരു ഗൺ. സാന്റ മുന്നറിയിപ്പ് നൽകുന്നു. അത് ഒരു സാധാരണ ഗണ്ണല്ല. പക്ഷേ കേൾക്കുന്നില്ല. താൻ ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്രൈമിൽ നിന്ന് രക്ഷപ്പെടാൻ ഏകമാർഗം ആ ഗോൾഡൻ ഗിഫ്റ്റ് ബോക്സ് ഉള്ളിലെ രഹസ്യമാണെന്ന് മനസ്സിലാക്കിയ ഓൾഡ് മാൻ സാന്റയിലേക്ക് വെടിയുതിർക്കുന്നു. ആ വെടിയുണ്ട വെറുമൊരു ബുള്ളറ്റല്ല, അത് ഒരു ആത്മാവിനെ തകർക്കുന്ന ശക്തി. അടുത്ത നിമിഷം ആ മാന്ത്രിക ഗണ്ണിന്റെ ആത്മാവിനെ മാറ്റുന്ന ശക്തി പ്രവർത്തിക്കുന്നു. സാന്റയുടെയും ഓൾഡ് മാന്റെയും ശരീരങ്ങൾ മാറുന്നു. സോൾ സ്വാപ്പിംഗ്. അതൊരു ലളിതമായ വിഷ്വൽ ട്രിക്ക് അല്ല, അതൊരു ഭീകരമായ ഇരുണ്ട ഫാന്റസി അനുഭവം. സാന്റ വീഴുന്നു. ഓൾഡ് മാൻ വീഴുന്നു. അല്പനേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞു വരുന്ന സാന്റ തനിക്ക് ലഭിച്ച ഈ അത്ഭുത പവർ ആ മാന്ത്രിക ഗണ്ണിന്റെ കാരണമാണെന്ന് തിരിച്ചറിയുന്നു. ഇവിടെ കഥ ഭീകരമായ ഫാന്റസിയിലേക്ക് കടക്കുന്നു. തുടർന്ന് സാന്റ യഥാർത്ഥ സാന്റയായ ഓൾഡ് മാനെ ബന്ധനസ്ഥനാക്കി താൻ ലക്ഷ്യമിട്ട ഗോൾഡൻ ഗിഫ്റ്റ് സ്വന്തമാക്കുന്നു. റെയിൻഡിയറിനെ മയക്കി ഇരുട്ടിൽ ബംഗ്ലാവിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് പോലീസ് എത്തുന്നത്.